നമ്മെ ഏറെ അലോസരപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു സമരം. വിതുര സ്വദേശി ബിനുവാണ് മരിച്ചത്. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ഞങ്ങൾ പുള്ളി വിഷം അടിച്ച് ഇങ്ങനെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുവന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എമർജൻസിയെ 108 വിളിച്ച് ആശുപത്രി പോകണം. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് വിതുര പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് ന്യായീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേർന്നു. ഉമേഷ്, കടയടിപ്പിച്ചും ഈ ആവശ്യക്കാരന്റെ ആവശ്യം തടഞ്ഞാൽ മാത്രമേ സമരം ജയിക്കൂ എന്ന് കരുതുന്ന ഒരു പൊതുമര്യാദ പോലുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. അത് തന്നെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പൊലിഞ്ഞ ജീവൻ. ഇത് എന്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു? ആംബുലൻസിൽ രോഗിയാണെന്ന് അറിയില്ലെന്ന വിശദീകരണമൊക്കെ ആരെ ബോധിപ്പിക്കാനാണ് ഉമേഷ്? ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തി വിഷം കഴിച്ച നിലയിൽ ബിനുവിനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി മാറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെ വിതുര ആശുപത്രിയിൽ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 108 വിളിക്കുകയും ആംബുലൻസ് എത്തുകയും ചെയ്തു. തുടർന്ന് ആംബുലൻസ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിർത്തി രോഗിയെ മാറ്റാൻ, കാഷ്വാലിറ്റിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആംബുലൻസിന്റെ മുന്നിൽ നിന്ന് ഏകദേശം 20 മിനിറ്റോളം പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരും ഒപ്പം ആശുപത്രിയിൽ തന്നെ നഴ്സുമാരടക്കമുള്ളവർ പറഞ്ഞു ഇത്തരത്തിൽ രോഗിയെ കൊണ്ടുപോകാനുണ്ട്, ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും കയറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം സൂപ്രണ്ട് നേരിട്ടെത്തി പറഞ്ഞു. സൂപ്രണ്ട് നേരിട്ടെത്തി പറഞ്ഞപ്പോഴാണ് ഈ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് രോഗിയെ കയറ്റാൻ തയ്യാറായത് എന്നാണ് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ വിശദീകരണം നൽകുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് തങ്ങൾ ഈ രോഗിയുള്ള ആംബുലൻസിനെയല്ല തടയുന്നത്, തങ്ങൾ ഇവിടെ എത്തുമ്പോൾ കണ്ടത് ഇത്തരത്തിൽ ടയറെല്ലാം ഓടിത്തീർന്ന ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത ആംബുലൻസിനെയാണ്. ആ ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്. അല്ലാതെ രോഗിയെ കൊണ്ടുപോകുന്നത് തടയുക എന്നല്ല തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിൽ ബന്ധുക്കളുടെ ആരോപണം തന്നെയാണ് ഏറ്റവും സുപ്രധാനം. ബന്ധുക്കൾ പറഞ്ഞത് 20 മിനിറ്റോളം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഈ പ്രതിഷേധത്തെ തുടർന്ന് വൈകി എന്നുള്ളതാണ്. അതായത് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ ഇടപെട്ട് ചോദിക്കുകയാണിത് എന്ത് കോസ്റ്റിനുള്ള സമരമായിരുന്നു? ഈ പ്രതിഷേധം എന്തിനായിരുന്നു? ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ ഈ കേടായ ഒരു ആംബുലൻസ് ഉണ്ട്, ഇതിനെ സംബന്ധിച്ച് ഇതിനെ ബന്ധിച്ചുള്ള പ്രതിഷേധമായിരുന്നോ? ഇതിന്റെ കോസ് എന്താണ് സമരത്തിന്റെ? പ്രധാനമായി ആശുപത്രിയുടെ മോശം സാഹചര്യം, ആശുപത്രിയിൽ ഡോക്ടർമാരില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിലായിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ 108 ആംബുലൻസ് നേരത്തെ സമാനമായ പ്രശ്നങ്ങൾ അവർ പറഞ്ഞിരുന്നു. അതായത് 108 ആംബുലൻസിൻ്റെ ഇൻഷുറൻസ് തീർന്നതാണ്, ഒപ്പം 108 ആംബുലൻസിൻ്റെ ടയർ ഓടിത്തേഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ടയറുള്ള വാഹനം മുന്നോട്ട് പോയാൽ അപകടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ടയറുമായി ആംബുലൻസ് ഓടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ ആംബുലൻസ് 108 ആംബുലൻസ് അവിടേക്ക് എത്തിയപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടുകയും ഈ ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അത്തരത്തിൽ അപകടമുണ്ടായതിനു ശേഷം നിങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ രോഗിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു അത് തടഞ്ഞത്. പക്ഷേ ഈ രോഗികൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ് എന്ന കാര്യം ഇവരെ അറിയിച്ച ശേഷവും ഇവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. അങ്ങനെ ബന്ധുക്കൾ മറ്റൊരു ആംബുലൻസ് വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴും മറ്റൊരു ആംബുലൻസ് കിട്ടിയില്ല. അതിനുശേഷം സൂപ്രണ്ട്, അതായത് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ട് നേരിട്ടെത്തി ഇവരോട് പറഞ്ഞു നിങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണ്, ഉടൻ ഇവിടുന്ന് മാറ്റണം എന്നുള്ള ആവശ്യം മെഡിക്കൽ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അകത്ത് കയറി കാഷ്വാലിറ്റി കയറി നോക്കി. അപ്പോഴാണ് ബിനു എന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. ഒടുവിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ സ്ട്രക്ചറിൽ ഈ രോഗിയെ 108 ആംബുലൻസിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആംബുലൻസ് അവിടെ നിന്ന് എടുക്കാനും ആംബുലൻസിൽ രോഗിയെ കയറ്റാനും അനുവദിക്കാതെ ഏകദേശം 20 മിനിറ്റോളം സമരം നടത്തി എന്നാണ് ബന്ധുക്കൾ നൽകുന്ന പരാതി. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് തങ്ങൾ 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചുള്ളൂ, പക്ഷേ അതിനുശേഷം പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നാണ്. 5 മിനിറ്റ് ആയിരുന്നാലും 20 മിനിറ്റ് ആയിരുന്നാലും അതൊരു ഗോൾഡൻ അവറാണ്. കാരണം ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് 1 മിനിറ്റ് മുൻപെങ്കിലും ചികിത്സയിൽ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രോട്ടോകോൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഗോൾഡൻ അവർ ഏറ്റവും സുപ്രധാനമായി രോഗിക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അടിയന്തരമായി ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് അടുത്ത ശുശ്രൂഷ നൽകണം.
ആ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെങ്കിൽ കൃത്യമായി തന്നെ ആശുപത്രിയിൽ നിന്ന് മികച്ച ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഏകദേശം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ശരിയാണെങ്കിൽ 5 മിനിറ്റ് മാത്രമാണെങ്കിൽ പോലും അവിടെയും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് പോലും ഇത്തരത്തിൽ വൈകാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഇത്തരത്തിൽ രോഗി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്നുള്ളതൊരു വസ്തുതയാണ്. അതേ തുടർന്ന് രോഗി മരിച്ചു എന്ന ബന്ധുക്കളുടെ ആരോപണം നിൽക്കുന്നു. എന്തായാലും വിശദമായ അന്വേഷണം പോലീസിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബന്ധുക്കളും പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രജിത്ത്, 5 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും നഷ്ടപ്പെട്ടത് ജീവന്റെ വിലയാണ്. ഇത്തരത്തിൽ ആശുപത്രിയുടെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ അവിടെ അത്യാസന്നിലായ രോഗിയെ പോലും കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ല. ആ രോഗിയെ പുറത്തെത്തിച്ചാൽ അവരുടെ സമരം പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയമായിരുന്നു അവർക്കുള്ളത്. ആർക്ക് വേണ്ടിയാണ് അവർ പ്രതിഷേധിച്ചത്? എന്ത് ബോധ്യത്തിലായിരുന്നു ആ പ്രതിഷേധം? എന്തായാലും ഒരു പ്രതിഷേധത്തിന്റെ ഇരയാവുകയാണ് ആ പാവം യുവാവ്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ 5 മിനിറ്റാണ് ഞങ്ങൾ പ്രതിഷേധിച്ചുള്ളൂ എന്നൊക്കെ സാങ്കേതികമായി പറയുമ്പോഴും ഒരു ജീവന്റെ വില അതെന്താണെന്ന് മനസ്സിലാകാത്തവരാണ് ആ പ്രതിഷേധിച്ചത്. ഒരു ന്യായീകരണവും ഈ മരണത്തെ സാധൂകരിക്കുന്നതല്ല. കൃത്യമായ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. പ്രതിഷേധങ്ങൾ വേണം, പ്രതിഷേധങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. ആ പ്രതിഷേധത്തിനൊരു പൊതു സ്വഭാവം ഉണ്ടാകണം, പൊതു മര്യാദ ഉണ്ടാകണം. മിനിമം മര്യാദയെങ്കിലും പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകണമെന്ന കാര്യം നേതൃത്വം ഉറപ്പുവരുത്തണം. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.